DGP MR അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുന്നു. DGPയാണ് മൊഴിയെടുക്കുന്നത്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലാണ് മൊഴിയെടുപ്പ്. പോലീസ് ആസ്ഥാനത്തേക്ക് ADGPയെ വിളിച്ചു വരുത്തി. വിവരങ്ങളുമായി ടിൻഡു ചേരുന്നു. ടിൻഡു, ഈ മൊഴിയെടുപ്പ് തുടരുകയാണെന്നുമായി ബന്ധപ്പെട്ട നമുക്കുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയാണ് ADGP MR അജിത് കുമാറിന്റെ മൊഴി DGP രേഖപ്പെടുത്തി അല്ലെങ്കിൽ മൊഴി എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഈ മണിക്കൂറിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. രാവിലെയാണ് ഇത്തരത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെ DGP പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തുന്നത്. തുടങ്ങിയ മണിക്കൂറുകൾ പിന്നിട്ട് അല്ലെങ്കിൽ 2 മണിക്കൂറുകൾക്കധികമായിരിക്കുകയാണ്. ഇതുവരെ അദ്ദേഹം പുറത്ത് ഇറങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റു വിവാദങ്ങളിലൊക്കെയാണ് അജിത് കുമാറിന്റെ ചോദ്യം ചെയ്യുന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, മലബാറിൽ നിന്നും തുടങ്ങിയ ഈ ഒരു വിവാദം വലിയ രീതിയിൽ MR അജിത് കുമാറിനെതിരെ ശക്തമായി തന്നെ PV അൻവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ ദിവസം അത് രേഖകൾ സഹിതം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പോലീസിന്റെ ഇടപെടൽ, MR അജിത് കുമാറിന്റെ ഇടപെടൽ തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളോടെയാണ് PV അൻവർ വാർത്താ സമ്മേളനം നടത്തിയതും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ADGPയുമായിട്ടുള്ള കൂട്ടുകളിയാണ് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ MR അജിത് കുമാറിന്റെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ കൃത്യവിലോപം നടത്താനും അതോടൊപ്പം തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ സഹായിച്ചതെന്നൊരു ആരോപണമൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് MR അജിത് കുമാറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരത്തിൽ MR അജിത് കുമാർ എടുത്ത നിസ്സംഗത നിലപാടും ഒക്കെ ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മൊഴിയെടുക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചിന്റെയും റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും മൊഴിയെടുക്കുക എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് PV അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങൾ സ്വർണം പൊട്ടിക്കൽ, അതോടൊപ്പം തന്നെ ഗുണ്ടകളുമായിട്ടുള്ള സംസ്ഥാനത്തെ അറിയപ്പെടുന്ന ഗുണ്ടകളുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം, കൊലപാതകം തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് PV അൻവർ MR അജിത് കുമാറിനെതിരെ ഉയർത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ MR അജിത് കുമാറിനെതിരെ സംസ്ഥാനത്തുള്ളത് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസ് മാത്രമാണ്. കവടിയാറ് MR അജിത് കുമാർ നിർവഹിക്കുന്ന വീടിന്റെ അല്ലെങ്കിൽ ലക്ഷറി വീടിന്റെ സാമ്പത്തിക സ്രോതസ്, അതോടൊപ്പം തന്നെ MR അജിത് കുമാർ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ, MR അജിത് കുമാർ വാങ്ങിക്കൂട്ടിയ പ്രോപ്പർട്ടിയുടെ കണക്കുകൾ തുടങ്ങിയവയിലൊക്കെ നടക്കുന്നത് ഒരു സാമ്പത്തിക ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള വിജിലൻസ് അന്വേഷണമാണ് നടക്കുന്നത്. മറ്റു കാര്യങ്ങളിലൊന്നും ഇതുവരെ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ MR അജിത് കുമാറിനെതിരെ അല്ലെങ്കിൽ ADGPക്കെതിരെ ഗുരുതരമായിട്ടുള്ള ഈ ആരോപണങ്ങൾ നിലനിൽക്കുകയും പോലീസ് സേനയ്ക്ക് തന്നെ ഈ ഘട്ടത്തിൽ ഇത് അപമാനകരമായിത്തീരുന്ന സാഹചര്യത്തിലാണ് DGP ഈ വിഷയത്തിൽ ഇടപെടുന്നത് വേണം മനസ്സിലാക്കേണ്ടത്. MR അജിത് കുമാറിനെതിരെ SIT സംഘം അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ പോലും ആ അന്വേഷണം എവിടെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആ അന്വേഷണത്തിന്റെ യാതൊരു വിധത്തിലുള്ള ഒരു പുരോഗമനവും ആ കേസിൽ അല്ലെങ്കിൽ ആ അന്വേഷണത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് DGP MR അജിത് കുമാറിനെ ADGPയെ നേരിട്ട് വിളിച്ച് ചോദ്യം ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ മൊഴിയെടുക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. വരും മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. എന്തായാലും നിലവിലിപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് മൊഴിയെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ സർക്കാർ MR അജിത് കുമാറിനെതിരെ അല്ലെങ്കിൽ ADGPക്കെതിരെ അന്വേഷണം നടത്തിയിരുന്നു. ADGPയുടെ ആരോപണങ്ങൾ അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ടൊന്നും തൃപ്തികരമല്ല എന്ന് പല ഘട്ടങ്ങളിൽ നമുക്ക് വിവാദമുയർന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ ഇന്ന് DGP ഇത്തരത്തിൽ ADGPയെ വിളിച്ചു വരുത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളൊന്നും പോലീസ് സേനയ്ക്കോ പോലീസ് മേധാവിക്കോ ഇതുവരെ തൃപ്തികരമായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങൾ വീണ്ടും മൊഴിയെടുക്കൽ ഒരു ഘട്ടത്തിലേക്ക് പോയിട്ടുള്ളത്. ഡാൻസ് ഓഫ് സംഘം ഉൾപ്പെടെയുള്ളവർ, അതായത് മലബാറിലെ ഡാൻസ് ഓഫ് സംഘം നടത്തിയ അനധികൃതമായിട്ടുള്ള ഇടപാടുകളൊക്കെ ഈ ഘട്ടത്തിൽ ADGPക്കെതിരെയാണ് വിരൽ ചൂണ്ടുന്നതെന്നും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങളിലൊക്കെ ഇന്ന് വിശദമായി തന്നെ മൊഴിയെടുക്കുന്നുണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മണിക്കൂറിലേറെയായി അദ്ദേഹം പോലീസ് ആസ്ഥാനത്ത് തുടരുന്നുണ്ട്. ഇതിനുശേഷം ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മൊഴിയെടുത്തതിന് ശേഷം ADGPക്കെതിരെ നടപടിയെടുക്കുമോ എന്നാണ് നമുക്ക് ഇനി അറിയേണ്ടത്. എന്നാലും നമ്മൾ അല്ലെങ്കിൽ കേരളം പ്രതീക്ഷിക്കുന്ന രീതിയിൽ വലിയ രീതിയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള ADGPയെ മാറ്റി നിർത്താനുള്ള തീരുമാനം പോലീസ് ആസ്ഥാനത്ത് നിന്നും അതോടൊപ്പം സർക്കാരിൻ്റെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ നിന്നും വരുമോ എന്ന് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ ADGP അല്ലെങ്കിൽ പോലീസ് ആസ്ഥാനത്തുണ്ട്. ഈ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വത്ത് സമ്പാദനത്തിന് പുറമേ തന്നെ ADGP നടത്തിയിട്ടുള്ള ഈ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപങ്ങൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ എങ്കിൽ അത്തരത്തിലുള്ള കൃത്യവിലോപങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യാനോ ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ലക്ഷ്മി. ശരി.